എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BS നഴ്സിംഗ് ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ വെരിഫിക്കേഷൻ ഡേറ്റ ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആഗസ്റ്റ് 3-ാം തീയതി വരെയാണ് നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. സോ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ടും കറക്റ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. സോ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങളിത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നത്. ചിലർക്ക് ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നും ചിലർക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്നും കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വേറെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. ഇനി നിങ്ങൾ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് റിമാർക്സ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണോ റിമാർക്സ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കറക്ഷൻസ് നിങ്ങൾ വരുത്തുക. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റീഅപ്ലോഡ് ചെയ്യേണ്ടതാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ റീഅപ്ലോഡ് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് വരെ ചിലപ്പോൾ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് വളരെ കെയർഫുള്ളായിട്ട് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ +2ന്റെ സ്കോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ സ്കോറിൽ മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ LBSുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആ മാർക്ക് നിങ്ങൾ കറക്റ്റായിട്ടുള്ള മാർക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും കറക്റ്റ് ആയിട്ടാണോ അപ്ഡേറ്റ് ആയിരിക്കുന്നതെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. അത് കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തിരുന്നു മാർക്കിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ LBSനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കുട്ടികളുടെ ഒരു ഡൗട്ടാണ്, ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് തന്നിട്ടുണ്ട്, പക്ഷെ അതിന് തൊട്ട് താഴെയായിട്ട് റിമാർക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റിമാർക്സ് തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇൻ കേസ് നിങ്ങൾക്ക് റീഅപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് റിജക്റ്റ് ആയി പോവോ അതോ ക്ലെയിം മാത്രമാണോ റിജക്റ്റ് ആയി പോകത്തുള്ളൂ എന്നുള്ളത്. മിക്ക കുട്ടികളുടെയും ഇങ്ങനെ ഒരു റിജക്ഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് മാറിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി കുറവായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ഇങ്ങനെയൊരു റിജക്ഷൻ വരാനുള്ള കാരണം. മിക്ക കുട്ടികളും പറഞ്ഞിരുന്നു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ NCL സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി ആണ് തൊട്ട് താഴെ ഇങ്ങനെ റിമാർക്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് റീഅപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലെയിം നഷ്ടമാകും എന്നുള്ളതേ ഉള്ളൂ. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകത്തില്ല, ക്ലെയിം നഷ്ടമാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിമാർക്സ് നിങ്ങൾ കറക്റ്റ് ചെയ്തു, അപ്പോൾ തന്നെ നിങ്ങൾ ഹോം പേജിൽ പോയിട്ട് റിമാർക്സ് കറക്റ്റ് ആയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ റിമാർക്സ് അങ്ങനെ തന്നെ കാണിക്കും. അതിന് കുറച്ച് സമയമെടുക്കും. നിങ്ങൾ റീഅപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും അവിടെ ഇപ്പോൾ ഉള്ള റിമാർക്സ് പോകത്തുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി LBS വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കറക്ഷൻസ് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കറക്ഷൻസ് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പല കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ്, ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണോ, നമുക്ക് കൺഫേം ചെയ്യാമോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ശരിയാണ് എന്നല്ല അർത്ഥം. കാരണം LBS നിങ്ങളുടെ ഡേറ്റയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നത് മാനുവലിയാണ്. അവർ കണ്ടെത്തുന്ന തെറ്റുകളാണ് അവർ നോട്ടിഫൈ ചെയ്യുന്നത്. പക്ഷേ അവർ കാണാത്ത എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് തന്നിരിക്കുന്നത്. അതായത് താൽക്കാലികമായിട്ട് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നടത്തുന്നത് നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്താണ്. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഡേറ്റയും കാര്യങ്ങളെല്ലാം അവർ ഒന്നും കൂടി റീചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഫൈനൽ കൺഫർമേഷൻ നടത്തത്തുള്ളൂ. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് മാത്രമാണ്. അഡ്മിഷൻ സമയത്താണ് ഫൈനൽ കൺഫർമേഷൻ നടത്തുന്നത്.
അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തുകയാണ്. ഇപ്പോൾ പല കുട്ടികളും ചോദിച്ചിരുന്നു നമ്മുടെ പേഴ്സണൽ ഡേറ്റയിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തതിൽ മാറിപ്പോയി, അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പലരും അഡ്രസ്സിൻ്റെ സ്ഥലത്തും അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വയം കണ്ടുപിടിച്ച മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അതിനായിട്ട് റിമാർക്സ് ഇഫ് എനി എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് റിമാർക്സ് അടി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണോ റിമാർക്സ് തന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റീ അപ്ലോഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ റിമാർക്സ് എന്താണോ നിങ്ങൾക്ക് കറക്ഷൻ വരാനുള്ള കാരണം അതാണ് റിമാർക്സിനകത്ത് തന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. കാരണം ഇനി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നതല്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. LBSന്റെ കറക്ഷൻ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നാലുടനെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് LBSന്റെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മാർക്കാണ് ചെക്ക് ചെയ്യേണ്ടത്. മാർക്ക് ഒബ്റ്റെയിൻഡ് എന്നും നോർമലൈസ്ഡ് മാർക്സ് എന്നും ഉണ്ടായിരിക്കും. മാർക്സ് ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ കിട്ടിയ മാർക്കാണത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റിനും കിട്ടിയ മാർക്കാണ് അത്. അതുകൊണ്ട് നിങ്ങൾ അത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക. ദെൻ നോർമലൈസ്ഡ് മാർക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്സിനൊക്കെ 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും. ആ മാർക്കാണ് അത്. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻഡെക്സ് മാർക്കും അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്കും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്സ് ആണ് നോക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ റാങ്ക് കാണാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, കമ്മ്യൂണിറ്റി റാങ്ക്, EWS റാങ്ക്, ഈ 3 റാങ്കുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന് SM റാങ്ക് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ കുട്ടികളും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ ഉണ്ടായിരിക്കും. ജനറൽ റാങ്ക് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഒരു റിസർവേഷൻ ഒന്നും ഇല്ലാതെയുള്ള റാങ്കാണ് ഇത്. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. ഏത് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ പെട്ടതാണ് എന്നതിനനുസരിച്ചാണ് ഈ റാങ്ക് വരുന്നത്. അടുത്തത് EWS റാങ്ക്. ആ കാറ്റഗറിയിൽ പെട്ട കുട്ടികൾക്കുള്ളതാണ് ആ റാങ്ക് ലിസ്റ്റ്. ഓരോ കുട്ടികളുടെയും കാറ്റഗറി അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം തരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്